ഇടുക്കി മെഡിക്കൽ കോളേജിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു. നിർമ്മാണം പൂർത്തിയായ 4 വർഷം കഴിഞ്ഞിട്ടും പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചില്ല. പ്ലാന്റിലേക്ക് വാഹനങ്ങൾ എത്തിച്ചേരാൻ ആവശ്യമായ വഴി സൗകര്യമില്ലാത്തതാണ് നിലവിലെ പ്രധാന പ്രതിസന്ധി. അതേസമയം ആശുപത്രി കെട്ടിടങ്ങളിലുള്ള മറ്റ് 2 ഓക്സിജൻ പ്ലാന്റുകളും ഇപ്പോൾ പ്രവർത്തനരഹിതവുമാണ്. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകുന്നത്. സുബിൻ, ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ അതിദാരുണമായ ഒരു അവസ്ഥയാണ്. കാരണം ഈ ആകെ പ്രവർത്തിക്കേണ്ട പ്ലാന്റുകൾ, പുതിയ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നില്ല. നിലവിലുണ്ടായിരുന്നവയും ഇപ്പോൾ കാര്യക്ഷമമല്ല. അപ്പോൾ എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് അവിടെ രൂപപ്പെടുന്നത് സുബിൻ? രീതിയിലുള്ള പ്രതിസന്ധി ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അത് തുടരുകയുമാണ്. 4 വർഷം മുമ്പാണ് ഇത്തരത്തിൽ ഈ ഒരു പുതിയ ഓക്സിജൻ പ്ലാന്റ് ഈ ആശുപത്രിയുടെ മുകൾ ഭാഗത്തായി പണിയുന്നത്, പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തായി പണിയുന്നത്. ഇവിടേക്ക് റോഡ് ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയാണ് ഈ പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ലിക്വിഡ് നിറയ്ക്കുന്നതിന് വേണ്ടി ഈ വാഹനവുമായി ഈ കമ്പനി അധികൃതർ എത്തിയിരുന്നു. എന്നാൽ റോഡിന്റെ അഭാവം മൂലം വാഹനം അവിടേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഇവർ തിരിച്ചു മടങ്ങുകയാണ് ഉണ്ടായത്. ഈ 2023 ഇതുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതാണ്. ഏകദേശം 16.25 കോടി രൂപ ഈ ആശുപത്രിക്ക് ചുറ്റുമുള്ള റിംഗ് റോഡുകൾ നന്നാക്കുന്നതിനായി വകയിരുത്തിയിരുന്നു. ഈ കരാറുകാരനും ആശുപത്രി അധികൃതരും തമ്മിലുള്ള ചില തർക്കങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഈ പണികൾ നീണ്ടുപോകാൻ കാരണമാകുന്നത്. ഇതേ തുടർന്ന് നിലവിൽ ഈ ഓക്സിജൻ പ്ലാന്റ് പൂർണ്ണമായും കാട് കയറി നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ്. ഇനിയിപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയെങ്കിൽ മാത്രമേ ഇത് വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിലും പുതിയ കെട്ടിടത്തിലുമായി മറ്റു 2 ഓക്സിജൻ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. നിസ്സാര പണികളെ തുടർന്ന് ഇതിന്റെ പ്രവർത്തനവും നിലവിൽ നിലച്ചു കിടക്കുകയാണ്. ഈ അധികൃതർ ഒന്ന് ബന്ധപ്പെട്ടാൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇത് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ കഴിയും. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് വ്യാപകമായി ഉയരുന്നത്. അതേസമയം പഴയ ആശുപത്രി കെട്ടിടത്തിൽ ഒരു സ്വകാര്യ കമ്പനി ഒരു ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വലിയ വില കൊടുത്ത് ഈ കമ്പനിയുടെ ഓക്സിജൻ മാത്രമേ വാങ്ങാവൂ എന്നാണ് കരാറുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു യൂണിറ്റ് കൊണ്ട് മാത്രമാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അടിയന്തരമായി ഈ ഓക്സിജൻ പ്ലാന്റുകൾ നന്നാക്കാനോ അല്ലെങ്കിൽ ഈ റിംഗ് റോഡുകൾ നിർമ്മിച്ച് ഈ ഓക്സിജൻ പ്ലാന്റ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി നേരിടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ സുബിൻ, എന്തായാലും ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ഈ പ്ലാന്റുകൾ പ്രവർത്തനക്ഷമമല്ലാതെ നശിച്ചു പോകുന്നത്. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.